മുഖ്യമന്ത്രി ഇന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയിലേക്ക് വരികയാണ്. പ്രളയ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ്, അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി അവിടെ എത്തിച്ചേരും. ആദ്യം അദ്ദേഹം ആറന്മുളയിലാണ് എത്തുക. അതിനുശേഷം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ക്യാമ്പുകളിലെ സാഹചര്യങ്ങളും ഒക്കെ മുഖ്യമന്ത്രി വിലയിരുത്തും. ശശിനാരായണൻ നമുക്കൊപ്പമുണ്ട്. ശശിനാരായണൻ, മുഖ്യമന്ത്രിയുടെ വിസിറ്റ്, അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് യഥാർത്ഥത്തിൽ നേരിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന ചോദ്യത്തിന് കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നതോടുകൂടി ഉത്തരമാവുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടി എങ്ങനെയാണ്? ഏതൊക്കെ മേഖലകളിലായിരിക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിക്കുക? 12 മണിയോടുകൂടി മുഖ്യമന്ത്രി എത്തുമെന്നാണ് വിവരം നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ദുരിതബാധിതരെ നേരിട്ട് സന്ദർശിച്ച് അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തുന്നത്. എന്തായാലും ആദ്യം ആറന്മുളയിലെത്തും. അതിനുശേഷം പിന്നീട് എന്തായാലും വെള്ളം കയറി കിടക്കുന്ന പ്രദേശമാണ് ആറന്മുള അടക്കമുള്ള മേഖല. ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശത്തെ ജനങ്ങൾ നിരവധി ദുരിതമാണ് ഈ പ്രദേശത്ത് അനുഭവിക്കുന്നത്. എന്തായാലും ക്യാമ്പുകളിൽ കുറെ ആളുകൾ ഉണ്ട്. ആ ക്യാമ്പുകളിലും മുഖ്യമന്ത്രി സന്ദർശിക്കും എന്നുള്ള വിവരമുണ്ട്. ആറന്മുളയിലെ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം അതിനുശേഷം റാന്നിയിലെ ദുരിതബാധിത പ്രവർത്തകരെയും ആ ക്യാമ്പ് താമസിക്കുന്ന ആളുകളെയും മുഖ്യമന്ത്രി സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി മടങ്ങിപ്പോകുക. എന്തായാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ഒരു വിമർശനം മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ അടിയന്തര മിന്നൽ പ്രളയം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ആ മിന്നൽ പ്രളയത്തിന് സമാനമായ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ കാണാൻ മുഖ്യമന്ത്രി വരാതെ ആയിരുന്നത് വലിയ വിമർശനത്തിന്റെ കാര്യമായിരുന്നു. അത് രാഷ്ട്രീയപരമായി CPM ഉയർത്തിക്കാട്ടുകയും ചെയ്തു. പലതരത്തിലുള്ള ചർച്ചകളും ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനത്തിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് നേരിട്ട് ദുരിതബാധിതരെ കാണാനായി മുഖ്യമന്ത്രി നേരിട്ട്. എന്തായാലും ഇന്നലെയും കഴിഞ്ഞ 3-4 ദിവസമായി ഈ റാന്നിയിലും ആറന്മുളയിലും അടക്കമുള്ള പ്രദേശവാസികൾ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത ദുരിതങ്ങളാണ്. വെള്ളക്കെട്ട് കാരണം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത കാര്യം, തിരിച്ച് ക്യാമ്പിൽ നിന്ന് വീട്ടിലെത്താൻ കഴിയാത്ത കാര്യം, വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയാത്ത കാര്യം, അത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നേരിട്ട് കാണുകയും നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും അത് മനസ്സിലാക്കുകയും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഈ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ കൂടി അതിന് മറുപടി എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രി എത്തുന്നത്. കാരണം മുഖ്യമന്ത്രി ദുരിതബാധിതരെ കാണാതെ ഈ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയത് ഒരു ഔചിത്യമില്ലായ്മയാണെന്നാണ് പൊതുവെ CPM ഉന്നയിക്കുന്ന ആരോപണം. ആ ഘട്ടത്തിൽ ആണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി നമ്മൾ ഇതിനെ കാണേണ്ടത്. എന്തായാലും ആറന്മുളയിൽ 12 മണിയോടുകൂടി എത്തുമെന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ മഴ എല്ലാ ദിവസവും പക്ഷേ തിരുവല്ല അടക്കമുള്ള മേഖല, അപ്പുറക്കുട്ടനാട് മേഖല അടക്കം പല സ്ഥലങ്ങളിലും ഈ വെള്ളം കയറിയ അവസ്ഥയാണ്. കാരണം NC റോഡിൽ അടക്കം വെള്ളം കയറിയിട്ടുണ്ട്. വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴും ഇതിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പമ്പയാറ്റിലെ വെള്ളം ഒഴുകി തിരുവല്ലയിലാണ് എത്തുന്നത്. തിരുവല്ല അപ്പുറക്കുട്ടനാട് മേഖല, പെരിഞ്ഞര, കടപ്പുറ, നിരണം തുടങ്ങിയ മേഖലകളിലെല്ലാം വെള്ളം കയറി ഈ വാഹനങ്ങൾ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ആലപ്പുഴയിൽ നിന്നും തിരിച്ചു വരുന്ന റോഡുകളെല്ലാം NC റോഡ് പൂർണ്ണമായും വെള്ളത്തിലായ സാഹചര്യമുണ്ട്. എന്തായാലും ഈ മലയോര മേഖലയിൽ വീണ്ടും മഴ സജീവമായിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്നു. മഴ ഇനി തുടർന്നാൽ, ഈ നദിയിലെ ജലനിരപ്പ് ഉയർന്നാൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം ഭീഷണിയിലേക്ക് വീണ്ടും പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ക്യാമ്പിലേക്ക് ആളുകളെ എല്ലാം മാറ്റിയിട്ട് അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും അടക്കം എത്തിച്ചുള്ള നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. റാന്നിയിൽ വെള്ളം ഏറെക്കുറെ ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം ആറന്മുളയിലും തിരുവല്ലയിലും വെള്ളക്കെട്ട് തുടരുകയാണ്. പുറ്റൂര് NC റോഡിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് തുടരുകയാണ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം പത്തനംതിട്ട, ഒപ്പം തന്നെ ആലപ്പുഴയുടെ മേഖലകളിലൊക്കെ എത്തി പ്രളയ മേഖലകൾ അദ്ദേഹം നേരിട്ട് സന്ദർശിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.